വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ഉണ്ടാക്കിയാലോ, അതും മാങ്ങ ഉപയോഗിച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാല് 500 ml പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അതിനുശേഷം ഇത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കണം. ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ടാണ് പാൽ ഇതുപോലെ കട്ടിയായിട്ടിരിക്കുന്നത്. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ മാങ്ങ ചെത്തി വെച്ചിട്ടുണ്ട്. അത് സ്ലൈസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് അതിൻ്റെ അരിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രൗൺ പാർട്ട് നമുക്ക് വേണ്ട, അത് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ, അതുപോലെ തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല് എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗളാണിത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിക് കളഞ്ഞിട്ടുള്ള ബ്രെഡ് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ബ്രെഡ് സ്ലൈസസ് മുറിച്ചിട്ട് സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ഫില്ലായിട്ട് കിട്ടണം. അപ്പോഴാണ് അത് കാണാനൊരു ഭംഗി ഉണ്ടാവുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ മാംഗോ കട്ട് ചെയ്തത് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഫുള്ള് മാംഗോ പീസസ് അല്ല. ഇനിയിപ്പോൾ അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്, അതായത് ഈ ബ്രെഡ് സ്ലൈസസ് അതിൽ കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട്, മിക്സിയിലൊന്നും അടിച്ചിട്ടില്ല, ജസ്റ്റ് സ്പൂൺ ഉപയോഗിച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ പാല് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ബ്രെഡ് സ്ലൈസസ് നിരത്തി വയ്ക്കുകയാണ്. ഇതുപോലെ തന്നെ കവർ ചെയ്യുന്ന പോലെ നമ്മളും സ്ലൈസസ് മുറിച്ചിട്ടും സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ പാല് കുതിരാൻ ആവശ്യമായിട്ടുള്ള പാല് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ ലെയർ ചെയ്ത് എടുക്കണം. ഇനി നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കേണ്ടെങ്കിൽ അതിന് പകരം തേൻ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. അതായത് ചൂടാറിയ ശേഷം ആ പാലിലേക്ക് തേൻ മിക്സ് ചെയ്താൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും പഞ്ചസാര ഉപയോഗിക്കാത്തവർക്ക്. അതിനുശേഷം വീണ്ടും നമ്മൾ മാംഗോ വെച്ചിട്ട് ലെയർ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ എത്രത്തോളം നിങ്ങൾക്ക് ആ പാത്രം ഫില്ല് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ 2, 3, 4 പ്രാവശ്യം ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ 2 പ്രാവശ്യമാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും അവസാനം കുറച്ച് നട്ട്സ് നമ്മൾ ക്രഷ് ചെയ്തതിട്ടാണ്. ഞാനിവിടെ ബദാം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് അതിനകത്ത് ചേർക്കാവുന്നതാണ്. വാൾനട്ട്സ് ചേർക്കാം, പിസ്ത ചേർക്കാം, ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും അതിനകത്ത് ചേർക്കാം. ഇത് ഫുള്ള് ഇതിനകത്ത് ചേർത്ത് അതിനുശേഷം നമ്മളിത് അടച്ചു വയ്ക്കുകയാണ്. അടച്ചിട്ട് ഒരു 40 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കുകയാണ് ചെയ്യണത്. 40 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ 4 ഇൻഗ്രീഡിയൻറ്റ് മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പുഡിങ്ങാണിത്. ഈസിയും ആണല്ലോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണേ.